ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്കിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തൽ നമ്മൾ സ്കെയിൽസിൻ്റെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള മാക്സി ബിഗ് പൗച്ച് നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ പ്രാവശ്യം നമ്മൾ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ, ടോട്ടൽ 5 കളറിൽ 4 പുതിയ കളറിലാണ് നമ്മുടെ സ്കെയിൽസിൻ്റെ മാക്സി ബിഗ് പൗച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കെയിൽസിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് മാക്സി ബിഗ് പൗച്ച്. അന്ന് മുതൽ ഏകദേശം 3 വർഷം മുതൽ, അതിൻ്റെ ഏകദേശം ഒരു 6 മാസം മുന്നേ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ആ സെയിം പ്രൊഡക്റ്റ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ആ വീഡിയോ നമ്മൾ നമുക്ക് പരിചയപ്പെടാം. മാക്സി ബിഗ് പൗച്ചിന് നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗമോഫ്ലോജ് കളർ, ഈ ഒരു കളർ കൂടാതെ നമ്മൾ ഈ പ്രാവശ്യം ഒരു ബ്ലൂ ഗമോഫ്ലോജ് കളർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു കളറും കൂടി വന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ കളേഴ്സിൽ, അതായത് ഡ്യുവൽ ടോൺ കളറിൽ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്യുവൽ ടോൺ കളറും കൂടി നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ 3 കളേഴ്സ് നമ്മൾ ഒരുവിധം നമ്മുടെ സ്കെയിൽസിൻ്റെ ബിഗ് ഗെയിം ഫിഷിങ്ങും അതുപോലെ മറ്റുള്ള പ്രൊഡക്റ്റിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കളറായിരുന്നു. ആംഗ്ലേഴ്സിന് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കളർ ആയതുകൊണ്ടാണ് നമ്മുടെ മാക്സി ബിഗ് പൗച്ചിലും ഈ ഒരു കളറുകൾ നമ്മൾ എന്ത് വന്നിട്ടുള്ളത്, നമ്മൾ ഈ പ്രാവശ്യം ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് സ്കെയിൽസിൻ്റെ മാക്സി ബിഗ് പൗച്ച് നിങ്ങൾ കാണാൻ പറ്റും. നമുക്ക് വലിയൊരു ഇതിലൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ട് കൊണ്ടുനടക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് അതിലൊരു ചെറിയൊരു ലൂർ ബോക്സ് നമുക്ക് കൂടെ വരുന്നുണ്ട്. മെയിൻ കമ്പാർട്ട്മെൻറ്റിൽ ലൂർ ബോക്സ് വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ 2 സൈഡുകളിലും, ഒരു സൈഡിൽ നമുക്ക് ഗോപ്രോ അല്ലെങ്കിൽ അത്യാവശ്യം ടെർമിനൽ ടാക്സ് കാര്യങ്ങളൊക്കെ വെക്കാവുന്ന ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. അവിടെയും നമുക്ക് എന്താ പറയുക, നമ്മുടെ പ്ലെയറോ മറ്റുള്ള കാര്യങ്ങൾ വെക്കാം. പിന്നെ മറ്റൊരു സൈഡിൽ ഒരു ചെറിയ വാട്ടർ ഹോൾഡർ, ഒരു 1/2 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ വെക്കാവുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നീട് നമുക്ക് ഫ്രണ്ടിൽ അത്യാവശ്യം വലിയൊരു പൗച്ച് തന്നെ നമുക്ക് ഫ്രണ്ടിലുണ്ട്. ആ വലിയ പൗച്ചിൽ അത്യാവശ്യം ചെറിയ ലൂർ ബോക്സുകൾ, അല്ലെങ്കിൽ സ്കെയിൽസിന്റെ ഫീൽഡ് വാലറ്റ്, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ടെർമിനൽ ടാക്കിൾസ്, ചെറിയ ലൂറുകളെല്ലാം ഇട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മുടെ സ്കെയിൽസിന്റെ മാക്സി ബിഗ് പൗച്ച്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്കെയിൽസിൻ്റെ മാക്സി ബിഗ് പൗച്ചാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഏകദേശം 3 വർഷം മുന്നേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഉപയോഗിച്ച് തുടങ്ങിയ പ്രൊഡക്റ്റ് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. സോ ഞാൻ കാണിച്ചു തരാം നമുക്ക് അതിൻ്റെ ഒരു യൂട്ടിലിറ്റി സ്പേസ്, അല്ലെങ്കിൽ എത്രത്തോളം ടാക്കിൾസ് അതിൽ വെക്കാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ല, ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സ്കെയിൽസിൻ്റെ മാക്സി ബിഗ് പൗച്ചാണ്. നമ്മുടെ മെയിൻ കമ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മെഹിയോൻ്റെ വലിയ ലൂർ ബോക്സ് ഉണ്ടല്ലോ, അത്യാവശ്യം വലിയ ലൂർ ബോക്സുകൾ. ഇത് നമ്മുടെ സാൾമൺ ഫിഷിങ്ങിൻ്റെ സമയത്തൊക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സെറ്റപ്പ് ആയിരുന്നു. വലിയൊരു ലൂർ ബോക്സ് വെച്ചിട്ടുണ്ട്. 2 ലൂർ ബോക്സുകൾ, നമ്മുടെ മെഹിയോൻ്റെ 2 കണ്ടില്ല, ഇതിൻ്റെ തിക്നെസ് ഉണ്ടല്ലേ. അപ്പോൾ ഏകദേശം ഇത്രയും കനത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ പോകുന്നുണ്ട്. ഇതിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് 145 × 200 mm ലൂർ വെക്കാവുന്ന ഒരു പൗച്ചിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇത്രയും വലിയ 2 ലൂർ ബോക്സുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എൻ്റെ 1-2 പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു സെയിം വലിയ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂട്ടിലിറ്റി സ്പേസ് നോക്കുമ്പോൾ അത്യാവശ്യം കൂടുതൽ സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മെയിൻ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നീട് നമുക്ക് ഒരു മൊബൈൽ പൗച്ച് വരുന്നുണ്ട്, കണ്ടില്ലേ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ മൊബൈൽ പൗച്ച് അല്ലെങ്കിൽ മറ്റുള്ള ടെർമിനൽ ടാക്കിൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. അത് മെയിനായിട്ട് നമ്മുടെ മൊബൈൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമ്മുടെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് ചെറിയ ലൂർ ബോക്സുകൾ തന്നെ വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു കണക്കിൽ ഞാൻ വെച്ചിട്ടുള്ളത് കണ്ടില്ലേ, നമ്മൾ 2-3 ലൂറുകൾ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഷാർഡും ലൂറുകളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്കിവിടെ പ്ലെയർ നമുക്കിവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക, നമ്മളൊരു ഫിഷിംഗ് സിറ്റുവേഷന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിഷിങ്ങിന് പോകുമ്പോൾ വേണ്ട എല്ലാ ലൂറുകളും, അത്യാവശ്യം എല്ലാ ലൂറുകളും ബോക്സും എല്ലാം കരുതാവുന്ന, കൊണ്ടടക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണിത്. സ്കെയിൽസിൻ്റെ മാക്സി ബിഗ് പൗച്ച് നമുക്ക് 1210 രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത്. നമ്മുടെ ടാക്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിക്കാൻ പറ്റും. പിന്നീട് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കണ്ടില്ല, നമുക്ക് ഇങ്ങനെ ഈ ഒരു ലെവലിൽ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ സ്കെയിൽസിൻ്റെ മാക്സി ബിഗ് പൗച്ച് നമുക്ക് ഇട്ടെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റുകൾ ഫ്രണ്ടിലോട്ട് വലിച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റുന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. സോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, ശരിക്കും നമുക്ക് ഏത് സിറ്റുവേഷനിൽ, വളരെ റഫ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ, അതുപോലെ കുറച്ച് മഴ കൊണ്ടാലൊന്നും പ്രശ്നങ്ങൾ വരുന്നില്ല. നിങ്ങൾക്ക് തരാം 3 വർഷം പഴക്കമുള്ള പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. സോ നമ്മുടെ സ്കെയിൽസിൻ്റെ മാക്സി ബിഗ് പൗച്ച് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. താങ്ക് യു.